നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച പോളിംഗ് തരംഗ സൂചനയെന്ന വിലയിരുത്തലിൽ UDF വിജയത്തിലേക്ക് എത്താവുന്ന അനുകൂല അടിയൊഴുക്ക് മണ്ഡലത്തിലുണ്ടായെന്ന് LDF നിഗമനം. മുന്നണികളുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുന്ന വോട്ട് പിടിക്കുമെന്ന അവകാശവാദത്തിൽ ഉറച്ച് PV അൻവർ. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷ NDA കൈവിട്ടിട്ടില്ല. 75.27% പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ 1,74,667 പേർ വോട്ട് ചെയ്തു. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ പേർ വോട്ട് ചെയ്യുന്നത് ഇതാദ്യം. 1500-നടുത്ത് പോസ്റ്റൽ സർവീസ് വോട്ടുകൾ കൂട്ടാതെയുള്ള കണക്കാണിത്. 23-നാണ് വോട്ടെണ്ണൽ. മികച്ച പോളിംഗ് ഭരണവിരുദ്ധ തരംഗമായി UDF കാണുന്നത് ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് 12,631 സ്ത്രീകൾ അധികമായി വോട്ട് ചെയ്തുവെന്നതാണ് ഇതിലൊന്ന്. വഴിക്കടവ്, മുത്തേടം, ചുങ്കത്തറ, എടക്കര പഞ്ചായത്തുകളിൽ മികച്ച ലീഡ്. നിലമ്പൂർ നഗരസഭയിലും പോത്തുകല്ല്, കരുളായി പഞ്ചായത്തുകളിൽ പിന്നിലാകില്ലെന്നാണ് നിഗമനം. ഏത് പ്രതികൂല സാഹചര്യത്തിലും 8000 ഭൂരിപക്ഷം, അത് 25,000 വരെ പോകുമെന്നതാണ് പ്രതീക്ഷ. 5000-ന് മുകളിൽ ഭൂരിപക്ഷം പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും 2000-ൽ താഴെ വോട്ടിന് ജയിക്കുമെന്നാണ് LDF കണക്ക്. UDF-ൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് അതൃപ്തി വോട്ടുകൾ വലിയ തോതിൽ PV അൻവറിന് ചോർന്നുവെന്ന നിഗമനമാണ് ഈ ആത്മവിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം. സ്ഥാനാർത്ഥിയുടെ മികവ് മുന്നണി വോട്ടുകൾ ഏകോപിപ്പിച്ചു. ചില സാമുദായ സംഘടനകളുടെ പിന്തുണ ലഭിച്ചുവെന്നും കണക്കുകൂട്ടുന്നു. 25,000 മുതൽ 30,000 വോട്ട് വരെ പിടിക്കുമെന്ന് PV അൻവർ ക്യാമ്പ് പറയുന്നുണ്ടെങ്കിലും പരമാവധി 15,000-ആണ് മുന്നണികൾ കണക്കുകൂട്ടുന്നത്. അത് ആരെ ബാധിക്കുമെന്നതിൽ വ്യക്തതയില്ല. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.